റഹീം MP ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. റഹീം, വിവാദങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എമ്പുരാനിൽ. ഇതാ മാപ്പ് പറയുന്നവരുണ്ട്, മാപ്പ് പറയാൻ നിൽക്കുന്നവരുണ്ട്, പ്രതികരിക്കാതെ നിൽക്കുന്നവരുണ്ട്. ഇത്തരമൊരു രീതിയിലൊക്കെ ഒരു സിനിമയെ കൈകാര്യം ചെയ്യേണ്ട കാര്യമുണ്ടോ നമ്മുടെ നാട്ടിൽ? ഇത് ഏറ്റവും ആപൽക്കരമായ വിധം ഭയം നമ്മളെ ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രശ്നമാണ്. ഈ കുറെ കാലങ്ങൾക്ക് മുമ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു ആരാണ് നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഒരു ഉത്തരമായിട്ട് ഞാൻ ഒരിടത്ത് വായിച്ചതാണ്, ഭയം ഭരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഒരു ഭയം വല്ലാതെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ആ ഭയത്തിന്റെ കെട്ടുപൊട്ടിച്ച് പുറത്തിറങ്ങാനുള്ള വഴി ഇതല്ല എന്ന് ഞാൻ വിനയപുരസരം ഏറ്റവും ആദരണീയരായ കലാകാരന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഭയന്ന് വിറച്ച് എവിടേക്കാണ് മാറിപ്പോകാൻ പോകുന്നത്? ഈ ഭയത്തിന് കീഴ്പ്പെടാൻ തുടങ്ങിയാൽ പിന്നെ കീഴ്പ്പെടുക മാത്രമേ വഴിയുണ്ടാവുകയുള്ളൂ. ഭയത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. അത് ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടന, നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയാണ് ഏറ്റവും വലുത് എന്ന് നമ്മൾ കരുതണം. ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തേണ്ട കാലത്തെയാണ് ഈ സന്ദർഭവും ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. നമ്മുടെ ഭരണഘടന തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആകട്ടെ, ഭരണഘടന ഞാൻ ഓരോന്നായി പറയണ്ട, റൈറ്റ് ടു ലൈഫ്, നിർഭയമായി ജീവിക്കാനുള്ള ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യം എല്ലാം ഇതിനകത്ത് ഉൾച്ചേരുന്നതാണ്. ഒട്ടനവധി ഭാഗങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായും ആ സ്പിരിറ്റിന് വിരുദ്ധമായി നമ്മുടെ രാജ്യത്ത് നിന്ന് തികച്ചും ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ ഒരു ഭയത്തിന്റെ അന്തരീക്ഷം ഭരണകൂടം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിർഭയമായി സംസാരിക്കാൻ, നിർഭയമായി ഭക്ഷണം കഴിക്കാൻ, നിർഭയമായി ആരാധന നടത്താൻ ഒന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ പ്രശ്നം. ഇത് ഉണ്ടാക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ സംഘപരിവാറിനെ വിമർശിച്ചത് കൊണ്ടല്ല അത് ഇവരെ അലോസരപ്പെടുത്തിയത്. ഗുജറാത്ത് വംശഹത്യയെ റീക്രിയേറ്റ് ചെയ്തു ആ ചലച്ചിത്രത്തിൽ എന്ന ഒരൊറ്റ കാരണമാണ്. അപ്പൊ ഗുജറാത്ത് വംശഹത്യയെ കുറിച്ച് ഇനി ആരും പറയാൻ പാടില്ല. ഇനി ആരെങ്കിലും പറയുമോ? ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായ നടന്മാർ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡ്യൂസേഴ്സ്, ഈ ചലച്ചിത്ര നിർമ്മാതാക്കൾ, എഴുത്തുകാർ, ഇതെല്ലാം അണിനിരന്ന ഒരു വലിയ ഇൻഡസ്ട്രിയിലെ അധികായകരെന്ന് വിശേഷിപ്പിക്കാവുന്നവർക്ക് ഇതാണ് ദുര്യോഗമെങ്കിൽ ഇനി ഏതെങ്കിലും ഒരാൾ ഈ ഭയത്തിന്റെ ചങ്ങല പൊട്ടിച്ച് പുറത്തു വന്ന് ഇത് എഴുതാൻ തയ്യാറാകുമോ? ഇതാണ് ചോദ്യം. ഇതാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഘപരിവാർ ഇതിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതിനെതിരെ ജനങ്ങളാകെ അവബോധരാകണം. ഇപ്പോൾ ഇവർ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഇതൊന്നും പിൻവലിച്ചത്. ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഇത് പറയുന്നത് വോളണ്ടറി കട്ടെന്നാണ്. വോളണ്ടറി സെൻസറിങ്ങിന് അവർ വിധേയമായി എന്നുള്ളതാണ്. വോളണ്ടറി അല്ല, അത് ഭയത്താൽ കീഴടങ്ങിയതാണ്, അല്ലെങ്കിൽ ഭയത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ട് അവർ ചെയ്തതാണ്. ഇത് ഉണ്ടാക്കിയേക്കാവുന്ന ദേശീയ ഏജൻസികൾ ഒരുപക്ഷെ ഞങ്ങളെ തേടി വന്നേക്കാം. അല്ലെങ്കിൽ ഇതെല്ലാം വലിയ പണം കൊണ്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ ആ പണം വെച്ച് കളിക്കുന്നവർക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഭയമുണ്ട്. ആ ഭയത്തിൽ നിന്ന് രൂപീകരിക്കപ്പെട്ടതാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ആ സിനിമയിൽ, ഞാൻ ആ സിനിമ ഈ കട്ടിന് മുമ്പ് രണ്ടാമത്തെ ദിവസം റിലീസായതിന്റെ തൊട്ടടുത്ത ദിവസം കണ്ട ഒരാളാണ് ഞാൻ. എനിക്കതിൽ പറയാൻ കഴിയുന്ന, വളരെ ആധികാരികമായി പറയാൻ കഴിയുന്ന കാര്യം, ഒരു മതത്തെയും അതിനകത്ത് ആക്രമിക്കുന്നില്ല. മാത്രമല്ല, മതസൗഹാർദ്ദമാണ് വേണ്ടത്. വർഗീയ കലാപങ്ങളുടെ ചിലവിൽ പോലും, അതിന്റെ പേരിൽ പോലും ഒരു മതത്തെയും നിങ്ങൾ വെറുക്കരുത് എന്ന് പറയുന്ന സന്ദേശവും ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ സിനിമയെ ഒരു ആന്റി ഹിന്ദു സിനിമയാക്കി, ആന്റി ഇന്ത്യൻ സിനിമയാക്കി, ദേശവിരുദ്ധതയുടെയും ഹിന്ദു വിരുദ്ധതയുടെയും ലേബൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എത്ര പെട്ടെന്നാണത്! അതിലെന്താണ് ഭയന്നു പോകേണ്ട കാര്യം? അപ്പോൾ ഞാൻ ഈ പിൻവലിച്ചവരെ വിമർശിക്കുന്നുണ്ട് ഞാൻ, പക്ഷെ പിൻവലിക്കുന്നവരെ കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് അത്തരമൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ആ ഭയത്തിന്റെ പ്രതികരണം അറിയിച്ചതിന് വലിയ വിമർശനം പങ്കുയർത്തുന്നത് പോലെ അടക്കമുള്ള ഒരു മുരളി ഗോപി കുറച്ച് നാളുകൾക്ക് മുമ്പ് നൽകിയൊരു അഭിമുഖത്തിൽ പറഞ്ഞാണ്, ഇന്ത്യയിൽ സർട്ടിഫിക്കേഷൻ അല്ല സെൻസറിംഗ് ആണ് നടക്കുന്നത്. ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് സെൻസറിംഗ് ഉണ്ടായാൽ പിന്നെ എങ്ങനെയാണ് സ്വതന്ത്രമായി കലാകാരന്മാർക്ക് സിനിമകളോ അല്ലെങ്കിൽ മറ്റേത് കലാരൂപങ്ങളും അവതരിപ്പിക്കാൻ കഴിയാമെന്ന ചോദ്യം